ഓക്കെ, ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സിൻ്റെ റോളിനെ പറ്റിയാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരുന്ന നിങ്ങളെപ്പോലുള്ള വളണ്ടിയേഴ്സിൻ്റെ റോളിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ തണലിൽ ഒരു 3 മാസം തണലുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോകാൻ പറ്റി. അപ്പോൾ എന്തൊക്കെയാണ് തണൽ കേരളത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ തുടക്കത്തിൽ പറയുന്നു. അതിനുശേഷം ഏത് രീതിയിൽ നമ്മുടെ ഇപ്പോൾ ലുക്മാൻ ഡോക്ടറും ജസ്റ്റിൻ ഡോക്ടറും എല്ലാവരും പറയുന്ന പാലിയേറ്റീവ്, കമ്മ്യൂണിറ്റി സൈക്കാട്രി, അതുപോലെ തന്നെ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ, ഡിസബിലിറ്റി, അതിൽ വളണ്ടിയർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് മേഖലയിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്, അതുകൂടി ബാക്കിയുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് എത്ര പേർക്ക് വിശക്കുന്നുണ്ടെന്നുള്ളത്. കാരണം തണൽ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് കേരളത്തിന് പുറത്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അത് ഹങ്കർ ഫ്രീ വേൾഡ്, വിശപ്പ് രഹിതമായിട്ടുള്ള ലോകം എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയാണ്. അപ്പോൾ തണലിൻ്റെ ഏകദേശം 21ഓളം പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ലോകത്തിനെ സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ദാരിദ്ര്യ വിമുക്തമായിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 17 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഗ്രാംസും ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അതിൽ തന്നെ ആരോഗ്യം, വെൽഫെയർ, എഡ്യൂക്കേഷൻ, ഈ 3 മേഖലകളിലാണ് പ്രോഗ്രാംസ് ചെയ്യുന്നത്. ഇത് പറഞ്ഞു. വിശപ്പിനെ കുറിച്ച് പറയുമ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 105-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ വിശപ്പുള്ള ആളുകളുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ 105-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്കുകളെയെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്ലൈഡ്. എന്താണ് ഇന്ത്യയിൽ നമ്മുടെ തണൽ ചെയ്യുന്നതെന്നുള്ളതാണ്. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്നുകൊണ്ട് ഏകദേശം 581 മൈക്രോ ലേണിംഗ് സെൻറ്റേഴ്സ്, തെരുവിൽ നിന്നും അതുപോലെ തന്നെ റൂറൽ മേഖലയിൽ നിന്നുമെല്ലാം കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന 581 സെൻറ്ററുകൾ ഇന്ത്യ ഒട്ടാകെ തണൽ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സ്ട്രീറ്റിലുള്ള ആളുകൾക്ക്, തെരുവിലുള്ള ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അവർക്കുള്ള മെഡിക്കൽ ചെക്കപ്സും വൈദ്യസഹായങ്ങളും എത്തിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റിയിലും ശുദ്ധജലം കിട്ടാത്ത സ്ഥലത്ത് കിണറുകൾ കുഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യമില്ലാത്ത സ്ഥലത്ത് ടോയ്ലറ്റുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത ആളുകൾക്ക്, ആധാർ ഇല്ലാത്ത ആളുകൾക്ക് ആധാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റോട് കൂടിയ, സമൂഹത്തിൽ നിന്നുള്ള സപ്പോർട്ടോട് കൂടിയ പ്രവർത്തനങ്ങളാണ് കേരളത്തിന് പുറത്ത് നടക്കുന്നത്. ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഓരോ 600 ടീച്ചർമാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് വേണ്ട സപ്പോർട്ടുകൾ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട പാലും മുട്ടയും കൊടുക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വളണ്ടിയേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ മെഡിക്കൽ ക്യാമ്പുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഒരു വളണ്ടിയർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ സ്കൂളുകൾക്ക് വേണ്ട കെട്ടിടങ്ങളും മറ്റ് സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതും അവിടുത്തെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കേരളത്തിന് പുറത്തും അകത്തും എല്ലാം തണലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് 3 പ്രസൻറ്റേഷൻസാണ് കിട്ടുന്നത്. പാലിയേറ്റീവ് കെയർ, ഡിസബിലിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ ആൻഡ് കമ്മ്യൂണിറ്റി സൈക്കാട്രി. അതിൽ എന്തൊക്കെയാണ് വളണ്ടിയേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാംസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്.
നിങ്ങളുടെ മേഖലയിൽ ഏതെങ്കിലും വീടുകളിൽ ഈ പറയുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സർവേ എല്ലാം നടത്തി അവരുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഏത് തരത്തിലുള്ള പരിചരണമാണോ ആവശ്യമുള്ളത് ആ ഒരു പരിചരണ മേഖലയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് വളണ്ടിയേഴ്സിൻ്റെ ഏറ്റവും വലിയ റോൾ. എല്ലാവരും ആശമാരെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആശമാരെ കുറിച്ച് കേട്ടവരൊന്ന് കൈവെക്കുമോ? ഓക്കെ. നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വളണ്ടിയേഴ്സിൻ്റെ ഒരു സക്സസ്ഫുൾ മോഡലാണ്, ഒരു വിജയിച്ച ഒരു മോഡലാണ് ആശ. ഓരോ വാർഡിലും ഓരോ ആശയുണ്ടാവും, 1000 പേർക്ക് ഒരു ആശയുണ്ടാവും. അപ്പോൾ ആ 1000 പേരിൽ ആ വീടുകളിലെ ആളുകളുടെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആശ സർവേ നടത്തി അവരുടെ കയ്യിൽ അത് ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഏരിയയിലുള്ള ആശമാരെയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവണം. നമ്മളൊരിക്കലും ഒരു പാരലൽ സിസ്റ്റമല്ല, ഓൾറെഡി ഉള്ള ഗവൺമെൻറ് സിസ്റ്റത്തിന് കമ്മ്യൂണിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു വർക്കേഴ്സായിട്ട് വേണം കമ്മ്യൂണിറ്റി ഹെൽത്ത് വളണ്ടിയേഴ്സ് മാറാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ ക്ലിനിക്സുകളിൽ നിന്നെല്ലാം കിട്ടുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുക, ഏതൊക്കെ ഗവൺമെൻറ് സ്കീംസ് നിലവിലുണ്ട് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ഒരിക്കലും ഒരു ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് ഇത്രയും ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി NGOs, തണലിനെ പോലുള്ള NGOs നമ്മുടെ പ്രോഗ്രാംസ് വെച്ചുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്യമം. അതുപോലെ തന്നെ എന്താണ് പാലിയേറ്റീവ് കെയറിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് അസസ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. അവരുടെ കോർഡിനേഷൻ, ഏതൊക്കെ ദിവസം അവരുടെ വിസിറ്റുകൾ ഉണ്ടാവും അത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആക്സസബിലിറ്റി, വീടുകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ അടുത്തെല്ലാം അതിന് വേണ്ട സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് കിടപ്പിലായ രോഗികളുടെ ഒരു വിശ്വാസ്യത കൂടി നേടിയെടുത്താൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററിലും ഇത് തന്നെ. ഒരുപാട് കുട്ടികൾക്ക് ഈ ഡിസബിലിറ്റി നേരത്തെ കണ്ടുപിടിച്ചാൽ വളരെയധികം മെച്ചമുണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ അങ്ങനത്തെ കുട്ടികളുണ്ടോ? അവരുടെ നീഡുണ്ടോ? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്തൊക്കെയാണ്? അവർക്ക് നമ്മുടെ ക്ലിനിക്സിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വേണം എവിടെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് ആ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് ഇവരെ പറഞ്ഞയക്കുക. ഈ കാര്യങ്ങളിലാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് വളണ്ടിയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട റോൾ. കമ്മ്യൂണിറ്റി സൈക്കാട്രി നേരത്തെ ലുക്മാൻ ഡോക്ടർ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. പലർക്കും അറിയില്ല ഒരു ഡിപ്രഷനാണോ വിഷാദരോഗമാണോ എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ സ്ഥിതികളും അവരുമായിട്ടുള്ള സംസാരത്തിലും നിങ്ങളുടെ സർവേയിലുമൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിറ്റി ക്ലിനിക്സുമായി ബന്ധപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അത് കമ്മ്യൂണിറ്റി സൈക്കാട്രിയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമാണ്. നെക്സ്റ്റ്, സക്സസ് മോഡൽസ് ഞാൻ പറഞ്ഞു. ആശമാരുടെ ഒരു മോഡൽസ് ഉണ്ട്. പക്ഷേ ആശയ്ക്ക് പോലും ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടി പറ്റില്ല. ആ ഒരു ഗ്യാപ്പിലാണ് നിങ്ങളുടെ റോള് വേണ്ടത്. നെക്സ്റ്റ്, ഗവൺമെൻറ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പാലിയേറ്റീവ് യൂണിറ്റുകൾ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഓരോ ബ്ലോക്കിലും പാലിയേറ്റീവ് യൂണിറ്റുകളുണ്ടാവും. ഓരോ പഞ്ചായത്തിലും പാലിയേറ്റീവ് യൂണിറ്റുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ പാലിയേറ്റീവ് യൂണിറ്റുകളും ഗവൺമെൻറ്റിൻ്റെ പാലിയേറ്റീവ് യൂണിറ്റുകളും യോജിച്ചു കൊണ്ടുവേണം അവിടെ നിങ്ങളുടെ ഏരിയയിലുള്ള ആവശ്യപ്പെട്ട രോഗികൾക്ക് കൃത്യമായിട്ടുള്ള സേവനങ്ങൾ എത്തിക്കാൻ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സൈക്കാട്രിക്കും ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണോ അവരെ ഗവൺമെൻറ് പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്, അവർക്ക് ഈ തണലിൻ്റെ കമ്മ്യൂണിറ്റി സൈക്കാട്രി ക്ലിനിക്സിൻ്റെ ഒരു അറിവ് കൂടി പകർന്നു കൊടുക്കുക. അതുപോലെ RBSK, രാഷ്ട്രീയ ബാൽ ശിശു കാര്യക്രം, RBSK നേഴ്സുമാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഡിസബിലിറ്റി നേരത്തെ കണ്ടുപിടിക്കുന്നതിനും അവരെ ടെർഷറി സെൻറ്റേഴ്സിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി അയക്കുന്നതിനും RBSK സംവിധാനമുണ്ട്, RBSK നേഴ്സുമാരുണ്ട്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം എല്ലാ കുട്ടികളെയും നമ്മുടെ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിലൊന്നും
നമ്മുടെ ഇൻ്റർവെൻഷൻ സെൻറ്ററിലേക്കൊന്നും എത്തിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് മേഖലയിലും NGO മേഖലയിലുമുള്ള എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവും ഉണ്ടാവണം. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ 7 സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് സെൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബീച്ച് ആശുപത്രിയിൽ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. തണലിൻ്റെ മലാപ്പറമ്പ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഏതാണോ അടുത്തത്, എവിടെയാണ് നല്ല ചികിത്സയുള്ളത്, അവിടങ്ങളിലേക്ക് ഈ ഡിസബിലിറ്റിയുള്ള കുട്ടികളെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും റെഫർ ചെയ്യുന്നതിനുമുള്ള ഒരു റോള് വഹിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട റോൾ. നെക്സ്റ്റ്. ഓക്കെ, ചെറിയൊരു പ്രസൻറ്റേഷനാണ്. ഞാൻ പറഞ്ഞത് തണൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ചെയ്യുന്ന പ്രോഗ്രാംസിനെ കുറിച്ചും അതെല്ലാം ഈ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഏത് ഫ്രെയിം വർക്ക് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എന്നുള്ളതും ഇന്നിവിടെ സ്പെസിഫിക്കലി പറഞ്ഞ നമ്മുടെ ഈ സേവനങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാം കൂട്ടായ പരിശ്രമം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.